പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും ഇനി മീനുവിൻ്റെയും സൂരജിൻ്റെയും വിവാഹം നടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ മീനുവിൻ്റെ ശത്രുവായ ചിന്താമണി. മാത്രവുമല്ല, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഇനി ഞാൻ തയ്യാറാകും. എനിക്കിനി മുന്നും പിന്നും നോക്കാനില്ല എന്നുള്ള കാര്യം വിളിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നുള്ള ചോദ്യമാണ് മുമ്പിൽ ബാക്കിയാകുന്നത്. വിചാരിച്ചതുപോലെ അല്ല, കാര്യങ്ങൾ ഇനി വളരെ സീരിയസ് ആയി വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് പദ്ധതികൾ നീക്കുകയാണ് അവർ. പക്ഷേ ഇതേ തുടർന്നാണ് മീനുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു ദുരന്തം വന്ന് സംഭവിക്കുന്നത്. മീനുവിൻ്റെ കട വീണ്ടും പൂട്ടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി ആളുകൾ മുന്നിലേക്ക് കടന്ന് വരികയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ്. ഇപ്പോൾ മീനു ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന് മീനു ആലോചിക്കുന്നു. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല. ശ്രദ്ധിച്ചില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ നീക്കങ്ങൾ സൂക്ഷിച്ചു വേണം. ഇതിനിടയിൽ സൂരജിന്റെ മുത്തശ്ശിയുടെ കാര്യവും കൃത്യമായി നോക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അവൾ. മാത്രവുമല്ല, ഈ കാര്യം കാണാനിടയാകുന്ന സൂരജിന് വളരെയധികം സന്തോഷമാകുന്നു. മുത്തശ്ശിയുടെ കാര്യങ്ങൾ അത്ര കൃത്യമായിട്ടാണ് ഇപ്പോൾ മീനു നോക്കുന്നത്. മുത്തശ്ശിക്ക് വേണ്ട എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്ന അവളോട് നന്ദി പറയണമെന്ന് സൂരജ് ഉറപ്പിക്കുകയാണ്. എന്നാൽ സൂരജിനോട് മീനുവിനെ പോലെ ഉള്ള ഒരു പെൺകുട്ടിയെ കിട്ടുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. നീ വിചാരിച്ചതുപോലെയല്ല അവൾ. ആ കാര്യം ഞാൻ ഉറപ്പു നൽകാം. ഇത്രയും മിടുക്കിയായ ഒരു പെൺകുട്ടിയെ കണ്ടുകിട്ടുക അത് വളരെ അധികം വിഷമകരമായ ഒരു കാര്യമാണ്. നമ്മൾ എന്തായാലും ഇനി കാര്യങ്ങൾ സൂക്ഷിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകണം. സൂരജ്, അവളെ വിട്ടുകളയരുത് എന്നാണ് എനിക്ക് ഇപ്പോഴും നിന്നോട് പറയാനുള്ളത്. നീ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത് കേട്ടതിനെ തുടർന്ന് മീനുവിൻ്റെ കാര്യത്തിൽ ഇനി എന്തു ചെയ്യുമെന്ന് സൂരജ് ആലോചിക്കുകയാണ്. ഒടുവിൽ മുത്തശ്ശിയെ ചെന്ന് കാണുകയാണ് സൂരജ് ഇപ്പോൾ. മുത്തശ്ശി പറഞ്ഞ കാര്യം ഞാൻ ഒരുപാട് ആലോചിച്ചു. ഇനി മുത്തശ്ശിയെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുത്തശ്ശി തീരുമാനിച്ചോളൂ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന്. ബാക്കി കാര്യങ്ങൾ ഞാൻ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യാം. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ മുത്തശ്ശിക്ക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.